നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. കേരള ചരിത്രത്തിൻ്റെ ഇതിഹാസ ഏടുകളിൽ വീരയോദ്ധാക്കളുടെ കഥകൾ ഉറങ്ങുന്ന നാടാണ് കടത്തനാട്. കളരി പരമ്പരയുടെ തറവാട്ട് മഹിമയിൽ കടത്തനാട് എന്നും കീർത്തി മുദ്ര പതിപ്പിച്ച് നിലകൊള്ളുമ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി ആർദ്രസ്നേഹത്തിൻ്റെ ക്രിസ്തീയ കാഴ്ചപ്പാടുകളുമായി ഇവിടേക്ക് കടന്നു വന്നവർ പിന്നെ വിശ്വാസത്തിൻ്റെ തീനാമ്പുകൾ പകർന്നു പടർത്തുകയായിരുന്നു. കടൽക്കരയുടെ ചെറുപട്ടണമായ വടകരയുടെ ഹൃദയഭാഗത്ത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവം പൂണ്ട് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു. വിശ്വാസയോഗ്യമായ ഒരു കാലത്തെ വാർത്തെടുത്തുകൊണ്ട് കാർമലിന്റെ പ്രാർത്ഥനാ ചൈതന്യവും അപ്പസ്തോലന്മാരുടെ പ്രവർത്തന തീക്ഷ്ണതയും സമന്വയിപ്പിച്ചുകൊണ്ട് ധന്യ മദർ വെറോനിക്കയാൽ 1868 ജൂലൈ 16 ഫ്രാൻസിലെ ബയോണിൽ സ്ഥാപിതമായ അപ്പസ്തോലിക് കാർമൽ സന്യാസ സഭ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. 150-ാം വാർഷികത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ സന്യാസ സഭയുടെ ഒരു കൊച്ചു ശാഖയാണ് വടകരയുടെ മണ്ണിൽ 80 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സെൻറ് ആൻ്റണീസ് കോൺവെൻറ്റ്. ഇടവക ദേവാലയത്തിലെ ആത്മീയ ശുശ്രൂഷകളിൽ അതീവ തൽപരരായ സന്യാസിനിമാർ മതബോധന മേഖലയിലും BCC പ്രാർത്ഥനാ കൂട്ടായ്മകളിലും വിവിധ സംഘടനാ പ്രവർത്തനങ്ങളിലും കൗദാശിക പരിശീലനത്തിലും ആരാധനാക്രമത്തിലും നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്നു. വടകരയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കോൺവെൻറ്റിൻ്റെ കീഴിൽ 4 വിദ്യാലയങ്ങളും സ്ത്രീകളുടെ സ്വയം തൊഴിൽ പരിശീലനത്തിനായുള്ള ഒരു നീഡിൽ വർക്ക് സെൻറ്ററും പ്രവർത്തിച്ചു വരുന്നു. കടത്തനാടിന് കരുത്തുറ്റ വനിതാ സമ്പത്ത് സമ്മാനിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ തണലിൽ കർമ്മല മാതാവിൻ്റെ സംരക്ഷണത്തിൽ വിശുദ്ധ അന്തോനീസിൻ്റെ സ്വർഗീയ മാധ്യസ്ഥത്തിൽ വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാൻമാർഗിക മൂല്യങ്ങളുടെയും പൊൻവെളിച്ചം വിതറുന്ന ഒരു ദീപസ്തംഭമായി വിരാജിക്കുന്നു സെൻറ് ആൻ്റണീസ് കോൺവെൻറ്റ്. യേശുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും ലോകമെങ്ങും പ്രത്യാശ നൽകുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. ഈ ഓരോ സന്തോഷങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സംഘനൃത്തം. शक्तिपते वेदनादसुधे रावाळुमुर्विदन् द्योतके
व्रजपालकुलजात नवनीश्वरं भजते सदा कन्यमर्यासुदं करुणानिलयमेकभूरक्षकं भजते सदा क्रिस्तुदेव प्रभुम् അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയക്ലേശം കരുണാമയദവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമധു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ പൗരപ്രമുഖനാം ശ്രീമോനമേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു പാവങ്ങളൊക്കെയും നീക്കിയാപതിതയെ പാവനയാക്കി ചമച്ചു അവളെ കല്ലെറിയാൻ വന്ന കൂട്ടരോടോടി പാവിയല്ലാത്തവർ കല്ലെറിയൂ നിന്റെ കൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജ്യം അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ ചുംബനം കൊണ്ടഭിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ് മുൾമുടിയണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമഹിഷണ്ടയാനം ചാട്ടമാറടിയേറ്റു പിടയുന്നു നാഥൻ രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈരോനിക്ക എന്ന പാപം എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നത് ദേവേശ നിന്തിരുമുഖം കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ചത നന്മയെ കുരിശിലേറ്റുന്ന തിന്മ മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ ഗിരികൾ പിളർന്നു
വസുന്ധര കുലുങ്ങി ദേവാലയ തിരശീല കീറി സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. മൂന്നാം ദിനം ഉത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു ആ സ്നേഹമൂർത്തി. കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ, ഭക്തന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ, കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ, ആരനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. പാപം ചെയ്യാത്തവരായി ലോകത്ത് ആരും തന്നെയില്ല. എന്നാൽ ഈ പാപങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുമ്പോൾ നാം ഒരുപാട് തളരും. പിന്നീട് അത് ആത്മഹത്യ എന്ന ക്രൂരകൃത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. എന്നാൽ ഈ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപവും അനുതാപവും നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നു. അമല മാർഗരറ്റ് അവതരിപ്പിക്കുന്ന ഒരു മോണോ ആക്ട്. നമസ്കാരം. പാപബോധവും പശ്ചാത്താപവും. യൂദാസ് കറിയാത്ത ആ നസ്രായനായ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണവൻ. അവൻ നമുക്ക് യേശുവിനെ കാണിച്ചു തരും. പക്ഷേ നല്ല പണച്ചെലവുണ്ട്. പറഞ്ഞു തീർന്നില്ല. ദേ അവൻ വരുന്നു. വരണം, വേഗം വരണം. എനിക്ക് പണം തരികയാണെങ്കിൽ ഞാൻ യേശുവിനെ കാണിച്ചു തരാം. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. പക്ഷേ ഞങ്ങളെങ്ങനെ യേശുവിനെ തിരിച്ചറിയും? എന്നും രാത്രി ഗെത്സമനിൽ യേശു പ്രാർത്ഥിക്കുക പതിവുണ്ട്. ആ സമയം ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് യേശു. ഇതാ നീ പറഞ്ഞ പണം. ഇതെടുത്തിട്ട് ജോലി പോയി പൂർത്തിയാക്ക്. ഇതെൻ്റെ ശരീരമാകുന്നു. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. മനുഷ്യപുത്രനെ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ അവർക്ക് ദുരിതം. അവർ ജനിക്കാതിരുന്നെങ്കിൽ. യേശു ആരെ പറ്റിയാ പറയുന്നേ? അവനെ പറ്റിയാണോ? ഇവനെ പറ്റിയാണോ? എന്നെ പറ്റിയാണോ? ശിമയോൻ, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. കർത്താവേ, അങ്ങയോടൊപ്പം കാരാഗ്രഹത്തിൽ പോകാനും എന്തിന് അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ശിമയോൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 തവണ തള്ളിപ്പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവില്ല. സ്വസ്തി.
നീ ചുംബനം കൊണ്ട് ഗുരുവിനെ ഒറ്റക്കൊടുക്കുന്നു. ഞാൻ എൻ്റെ ഗുരുവിനെ, എൻ്റെ നാഥനെ ഞാൻ ഒറ്റക്കൊടുത്തു. ഈ നശിച്ച പണത്തിന് വേണ്ടി. ഈ പണം ഞാൻ തിരികെ കൊടുത്തിട്ട് എൻ്റെ നാഥനെ, എൻ്റെ ഗുരുവിനെ ഞാൻ തിരികെ മേടിക്കും. ന്യായാധിപന്മാരെ, ഇതാ നിങ്ങളുടെ ഈ പണം. ഇത് തിരിച്ചെടുത്തിട്ട് എൻ്റെ നാഥനെ എനിക്ക് തിരികെ തരണമേ. മഹാപാപിയാണ് ഞാൻ. എൻ്റെ നാഥനെ ഞാൻ മരണത്തിന് വിട്ടയച്ചു. കയ്യപ്പാസ്, ഗുരുവിനോടുള്ള സ്നേഹം അരുത്. അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കരുത്. ആ പണം രക്തത്തിൻ്റെ വിലയാണുള്ളത്. അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കരുത്. അയ്യോ, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ സ്നേഹം, എൻ്റെ നാഥൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്ത മഹാപാപി. എനിക്കിനി ജീവിക്കാൻ അവകാശമില്ല. എനിക്ക് മരിക്കണം. എൻ്റെ നാഥൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം. ഇനി ഞാൻ ജീവിക്കില്ല. ഇവനും അവനോടൊപ്പം ഉണ്ടായവനാണല്ലോ. നീയും അവനിൽ ഒരുവനല്ലേ? സ്ത്രീയെ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അവനെ അറിയില്ല. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. നീയും അവനിൽ ഒരുവൻ തന്നെ. നീയും അവനോടൊപ്പം ഉള്ളവനാണല്ലോ. മനുഷ്യ, എനിക്ക് അയാളെ അറിയില്ല. നീയും ഗലീലിയനാണല്ലോ. ഞാനും അവനോടൊപ്പം നിന്നെ കണ്ടിട്ടുണ്ട്. നീ അവനിൽ ഒരുവൻ തന്നെ. മനുഷ്യ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്ന അവനെ എനിക്കറിയില്ല. കർത്താവേ, എന്നെ നോക്കരുത്. ഞാൻ അങ്ങേ തള്ളിപ്പറഞ്ഞു. എന്നോട് പൊറുക്കണേ നാഥ. എന്നോട് കരുണ തോന്നണമേ നാഥ. എന്നോട് ക്ഷമിക്കണമേ. യോനാന്റെ പുത്രനായ ശിമയോൻ, നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ നീ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. യോനാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. യോനാന്റെ പുത്രനായ ശിമയോൻ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നല്ലോ നാഥ. എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. നീതിമാന്മാരെയല്ല, പാപികളെ തേടിയാണ് യേശു വന്നത്. ഒരനുതാപത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് യേശുവിലേക്കെത്താൻ. നിന്റെ പാപം നിന്നെ വിധിക്കാതിരിക്കട്ടെ. അനുതപിക്കാം. പത്രോസിനെ പോലെ യേശുവിങ്കലേക്ക് മടങ്ങാം. നന്ദി, നമസ്കാരം. തൻ്റെ മകൻ്റെ രക്ഷാകര യാത്രയിൽ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ധൈര്യവും ഊർജവും പകർന്നൊരമ്മ, പരിശുദ്ധ അമ്മ. എല്ലാ അമ്മമാരെയും സ്മരിച്ചുകൊണ്ട് സ്വന്തം കവിത അവതരിപ്പിക്കുന്നു വിൽസി സൈമൺ.
വചനമെരിയുന്ന തീച്ചൂളയിൽ ഇരുതലവാളാകേണ്ടവൾ, ഇടനെഞ്ചിലെ സ്നേഹപ്രവാഹം നറുനിലാവായി പൊഴിക്കേണ്ടവൾ, അഴലിനുമിരുളിനുമപ്പുറം കാരുണ്യ കുളിർക്കാറ്റാകേണ്ടവൾ, സഹനവും ത്യാഗവും ഒരുക്കിയെന്നും സുഹൃത വഴിയൊരുക്കേണ്ടവൾ, കനിവിന്നുറവയാണവൾ, ക്ഷമതൻ സാഗരവും നന്മതൻ സുഗന്ധമേകിടും കുളിർക്കാറ്റിൻ സംഗീതമാണവൾ. പുലരിവെയിലുരുകുന്ന മഞ്ഞുപോൽ ആർദ്രയാണവൾ, ശാരോണിൽ പൂത്തവൾ, സൂര്യനെയുടയാടയാക്കിയവൾ, ചന്ദ്രനെ പാദങ്ങൾക്കിടയിലും 12 നക്ഷത്രങ്ങളെ ശിരസിലണിഞ്ഞവൾ സത്യം. അവൾ അമ്മയാണ്, ഉണ്മയാണ്, നേരറിവാണുൾക്കാഴ്ചയാണ്, പാഥേയമാണവൾ, മാരിവില്ലിൻ ശോഭയേറും സ്വർഗീയ റാണിയും. ആരവങ്ങൾക്കിടയിൽ മഴയായി പെയ്തിടുന്നവൾ, മീട്ടിടുന്നു ഹൃദയവീണയിൽ മൗന സാന്ദ്ര സംഗീതമൊഴികൾ. പക്ഷേ ഇന്നിവൾ ഏദനിൽ നിന്നും പടിയിറങ്ങി കാലചക്രത്തിൽ വീണുരുളവേ, പണിയിടങ്ങളിൽ, വഴിത്താരകളിൽ, സ്വപ്നങ്ങളിൽ, കൂടാരങ്ങളിൽ ഇടിമുഴക്കങ്ങൾ, മിന്നൽ പിണരുകൾ, പിച്ചിക്കീറിയ ഉടയാടകൾ, പാതി നിലച്ച നിലവിളികൾ, നെഞ്ചു പിളർത്തിടും രോദനം, ചുറ്റിലും വേട്ടമൃഗങ്ങൾ തൻ ഗർജനം, ചോര പുരണ്ടിടും നഖവുമായി കഴുകനും. രാവെളുക്കുമ്പോൾ കലഹങ്ങൾ ചുറ്റിലും, ഭിന്നിപ്പിൻ സ്വരം ലഹരിയിൽ പിഴച്ചിടുന്നു പ്രണയത്തിൻ താളം, മറന്നിടുന്നു പെറ്റമ്മതൻ രോധനം. സഫലമാകാത്തോരാർത്തിയിൽ കേഴുന്നു ധൂർത്തുപുത്രർ, ഒറ്റിക്കൊടുക്കും യൂദാസും ചുറ്റും, കൊല്ലും കൊലയും ആർപ്പൂവിളികളും, കല്ലെറിഞ്ഞിടും ഫരിസേയരും ചുറ്റും. ഓരോ പൂവിലും ഓരോ ഇതളിലും പൂന്തേനുണ്ണുമാ തുമ്പികൾ, ചിറകരിഞ്ഞിരുളിൽ വീണു പിടയവേ, അമ്മതൻ ഹൃത്തടം വെന്തുരുകിയിടുന്നു. വാത്സല്യമൂറുമാമിഴികളെന്നും കണ്ണീരിൻ ഉറവയായിടുന്നു. കാൽവരിക്കുന്നിലും കാലിത്തൊഴുത്തിലും കുരിശിൻ ചുവട്ടിലും
കാവലായി നിന്നവൾ, ഗാഗുൽത്താമല കയറിയിറങ്ങിയവൾ, ഉത്ഥാന സംഗീതമായവൾ, പുലർക്കാല താരകമായി ഉദിച്ചുയർന്നവൾ, അമ്മയാണ്, നന്മയാണ്, കാരുണ്യമാണ്. സ്ത്രീയെ കണ്ണീർ തുടയ്ക്കുക, വാക്കിലും നോക്കിലും കർമ്മത്തിലും ജീവൻ തുടിച്ചിടും സക്രാരിയാവുക. സ്ത്രീയെ വിടരുക, പൊഴിയുക, ഗുരുവിൻ സ്നേഹസ്മൃതികൾ ഉണർത്തിടും കാരുണ്യ ശിലയായി തീരുക. സ്ത്രീയെ നിത്യം ഉരുകുക, ഉണരുക, രാത്രി മഴയിൽ നിർഭയം നടക്കുക. കോഴി കൂവിയ പാതിരാത്രി മറന്നിടാം, ഒടുവിലത്തെ ചുംബനങ്ങൾ മാച്ചിടാം, 5 മുറിവായി മാറിടാം നിത്യവും, ദിവ്യകാരുണ്യമായി വഴി നടന്നിടാം. അമ്മയാണ് സത്യം, അമ്മയാണ് സ്നേഹം, അമ്മയാണ് ധരണിയും. അമ്മമാരിൽ ചേക്കേറിടാം, സ്നേഹവസന്തമായി പൂത്തു തളിർത്തിടാം. അമ്മയെ നിത്യം പ്രണയിച്ചിടാം, അമ്മയെ നിത്യം പ്രണയിച്ചിടാം. അമ്മയാണ് സത്യം, അമ്മയാണ് സത്യം, അമ്മയാണ്